പിന്നെ ഞാൻ ഓരോരുത്തരോരുത്തരായിട്ട് പറയാം. കാര്യം ഇപ്പം എന്തായാലും കാസ്റ്റ് ഞാനാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് വിനയ് സാറും കൃഷ മാമായിട്ടായിരുന്നു. പിന്നെ ഗോപികയും അർച്ചന കവയും ഇവർ രണ്ടുപേരായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ. നല്ല രസമായിരുന്നു ഷൂട്ടെല്ലാം. അത് ഈ പറയുന്ന പോലെ കുറേ നല്ല ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അഖിൽ പോൾ മനസ്കാരം സിനിമകൾ എടുക്കുമ്പോൾ അതിനകത്ത് ട്വിസ്റ്റും സസ്പെൻസും നിറച്ചുള്ള കാരണമുണ്ട് നമ്മളിതിൻ്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൂടെ എങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കഥയിലേക്ക് അധികം കിടക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ധ്രുവനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ ധ്രുവനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അത് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല അതും. പക്ഷേ ഞങ്ങൾ ഇതേപോലെ അവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ചു. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ. പിന്നെ ഇതിനകത്ത് ഇന്നിവിടെ അജുവേട്ടൻ ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ എല്ലാ പടവും അടിപൊളിയാണ്. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വീണ്ടും വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളുടെ സക്സസിൻ്റെ കഥകളാണ് എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇനിയും കുറേ എണ്ണം ചെയ്യണം. ഈ സിനിമ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആ സക്സസ് ട്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഷമ്മി ചേട്ടനുണ്ട്, പിന്നെ സുജിത് ശങ്കർ അദ്ദേഹമുണ്ട്, പിന്നെ വിശാഖ് നായരുണ്ട്, മന്ദിരാവേദിയുണ്ട്. എനിക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മേ ബി ഇതിന് രണ്ടാം ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടേണ്ടി വരുമായിരിക്കും. പിന്നെ അതുപോലെ വിശാഖ് നായരുണ്ട്. പിന്നെ ആരൊക്കെയാണ് സിനിമയിലുള്ളത്? അർജുൻ രാധാകൃഷ്ണനുണ്ട്. അപ്പോൾ വിശാഖും അർജുനും ഒക്കെ ആണെങ്കിലും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരും ഈ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്ന മിക്കവാറും ആൾക്കാർ നമ്മളുടെ സുഹൃത്തുക്കളാണ്. സ്വാതി ഉണ്ട് ഈ സിനിമയിൽ, സ്വാതി ദാസ് പ്രഭു. അങ്ങനെ ഈ സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അതിൻ്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു ദിവസം ഭയങ്കര ഹെക്ടിക് ഷൂട്ടാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് എല്ലാവരും കൂടെ വട്ടോട്ടിരുന്ന് വർത്താനവും പറഞ്ഞ് തമാശയും പറഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് നമ്മൾ പോവുള്ളായിരുന്നു. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും അങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സിനിമ ചെയ്യാനെന്നുള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ദിവസം പോലുമില്ല. എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് ഓർമ്മയുണ്ട്. അതെന്നും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ഭയങ്കര രസമായിരുന്നു. ഇതിനകത്തുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഫോറൻസിക് പോലെ ഉള്ളതാണ് ബോബിയാണ് ബാക്കി അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുന്നതിൽ പ്രധാനി, കൂടെ അനസും. അപ്പോൾ എല്ലാവർക്കും നല്ല കട്ടപ്പണിയായിരുന്നു. അതുപോലെ നമ്മളുടെ നിങ്ങളെന്താണ് എന്നെ കുറിച്ച് ചേട്ടനൊക്കെ വിളിക്കണം മിസ്റ്റർ? അനീസ്കാരെ ഞാൻ അനീസ്കാരനെ വിളിക്കുന്നു, പുള്ളി തിരിച്ചിങ്ങോട്ട് ചേട്ടൻ വിളിക്കുന്നു. മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ചെറുപ്പം എന്നുള്ളത്. ഞങ്ങൾ ലൂക്കയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ലൂക്ക ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളൊരു സിനിമ ആയതുകൊണ്ടും ഒരു ആർട്ടിസ്റ്റിൻ്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആർട്ട് ഡയറക്ഷനേക്കാൾ ഒരുപാടധികം വർക്കുള്ളൊരു സിനിമയായിരുന്നു. അതും വളരെ വൃത്തിയായിട്ട് പുൾ ഓഫ് ചെയ്തു അന്ന്. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാവട്ടെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഗായത്രി നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂമിന് അത്രയും ഈ പറഞ്ഞാൽ ഈ സീനുകൾക്കെല്ലാം ഇപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ പാലറ്റും എല്ലാം കൃത്യമായിട്ട് അത് കോസ്റ്റ്യൂംസിലാണെങ്കിലും ആർട്ട് പ്രോപ്പർട്ടീസിലാണെങ്കിലും എല്ലാത്തിലും വന്നാലാണ് നമ്മൾ ആ കാണുന്നത്. നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് ഉണ്ടാകുന്നത്. അതിന് ഗായത്രി ഭയങ്കര എഫേർട്ട് എടുത്തിട്ടെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഇന്ന് വരാത്ത രണ്ടാൾക്കാരുണ്ട്. എൻ്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ്. അഖിൽ ജോർജും അതേപോലെ തന്നെ ചമൻ ചാക്കോവും. അഖിൽ എന്ന തോളത്ത് ഈ ക്യാമറ എടുത്ത് വെച്ച് എല്ലാ കാട്ടിലും അവനാണ് കള ചെയ്തത്. അപ്പോൾ പിന്നെ അവൻ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ അവനിപ്പോഴും അറിയില്ല അവൻ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന്. പക്ഷേ വളരെ അടുത്തൊരു സുഹൃത്തുമാണ് എൻ്റെ. ഞങ്ങളൊരു 2011 ഒരുമിച്ച് അവൻ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു സൗഹൃദമാണ്. അവിടെ നിന്നാണ് പിന്നെ
ഞങ്ങൾ ഫോറൻസിക് ചെയ്തു, കള ചെയ്തു, 2018 ചെയ്തു, ഇപ്പോൾ ഐഡൻറ്റിറ്റി ചെയ്യുന്നു. അതുപോലെ ചമൻ ഫോറൻസിക് സിനിമ ചെയ്യുന്ന സമയത്ത് ചമൻ ഒരു സ്പോട്ട് എഡിറ്ററായിരുന്നു. പ്രൊഡക്ഷനിലെ ചേട്ടന്മാരും ലൈറ്റിലെ ചേട്ടന്മാരും ഓരോ ദിവസവും വളരെ നല്ല എക്സ്പീരിയൻസസ് തരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ ഡയറക്ടേഴ്സ്, ഇപ്പോൾ ARM വരെയുള്ള, ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നരിവേട്ട എന്നുള്ള സിനിമ, അല്ലെങ്കിൽ കള, പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി, അങ്ങനെ നിരവധി സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫറാണ് അദ്ദേഹവും ഗംഭീര വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പുള്ളിയും പുള്ളിയുടെ ടീമും, അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയോട് എല്ലാവരോടുള്ളൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഒപ്പം ഇന്നിവിടെ വരികയും ഇത്രയും സമയം നമ്മളുടെ കൂടെ ഈ ഒരു ടീസർ ലോഞ്ച് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ഇന്ന ദിവസം ഇതിൻ്റെ ടീസർ വരുന്നു, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ആളുകളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും മീഡിയയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഇനി നിങ്ങളിത് പരമാവധി പരത്തേക്കോ, ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, ഗംഭീര പരിപാടിയാണ് എന്ന് നിങ്ങൾ ഒന്ന് പരത്തേക്കോ. ആ വാർത്ത അത് ഒരു തെറ്റായ വാർത്തയായിരിക്കില്ല, കാര്യം പടം നല്ല പടമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ട്. പക്ഷേ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും കാണാം. Thank you so much, Tobino Thomas. Like, sir, ഇറക്കില്ലേ?